ഡെവിലയിൽ വിശ്വസിക്കുന്നവരാണോ നിങ്ങൾ? അങ്ങനെയാണെങ്കിൽ വിഷൻ ബോർഡ് നമുക്ക് പറ്റിയ സാധനമല്ല. വിഷൻ ജേർണലിംഗ് ആക്കിയാലോ അതിന് പകരം? വി ഷുഡ് ട്രൈ ദിസ് വൺ. വിഷൻ ബോർഡാണെങ്കിൽ എല്ലാവരും കാണും ആൻഡ് അസൂയുള്ളവരങ്ങ് കണ്ണ് വയ്ക്കുകയും ചെയ്യും. സോ വിഷൻ ജേർണലിംഗ് ചെയ്താൽ ജേർണലിംഗ് ബുക്ക് എവിടെയെങ്കിലും എടുത്ത് വയ്ക്കുകയും ചെയ്യുക, ആരും അതിനെ കാണത്തുമില്ല. ലെറ്റ്സ് ട്രൈ ദിസ് വൺ. ഹലോ, 2025 കഴിയാനായി ആൻഡ് 2026 ഇതാ അവിടെ എത്തി. 2026 എല്ലാവരും വിഷൻ ബോർഡ് ക്രിയേറ്റ് ചെയ്യുന്നത് ഞാൻ കണ്ടിട്ടുണ്ട്. നമുക്കും ഉണ്ടാക്കിയാലോ ഒരു വിഷൻ ബോർഡ്. പക്ഷെ ഞാനിവിടെ ചെയ്യുന്ന വിഷൻ ബോർഡല്ല, വിഷൻ ജേർണലിംഗ് ആണ്. വിഷൻ ബോർഡൊക്കെ ചെയ്ത് ഇവിടെ ചുമരിൻ്റെ മുകളിൽ വെച്ചാലേ എനിക്ക് ഈ ഡെവിലയിൽ നല്ല വിശ്വാസമുള്ളതാണ്. എന്തിനാ വെറുതെ നമ്മളായിട്ട് കണ്ണേറ് കിട്ടാനായിട്ടൊരു അവസരം ഉണ്ടാക്കി വെക്കുന്നത്? സോ വിഷൻ ജേർണലിംഗ് ചെയ്യുക. ഇതാരും കാണാതെ എന്ത് ചെയ്യുക, ഒന്ന് എടുത്ത് വയ്ക്കുക. ഇത് ഞാൻ പ്രിൻ്റ് എടുത്തത് ക്യാൻവയിൽ ഡിസൈൻ ചെയ്തിട്ട് പ്രിൻ്റ് എടുത്തതാട്ടോ. ആൻഡ് ഈ പ്രിൻ്റ് കൊണ്ടുവന്നിട്ട് ഒന്ന് കട്ട് ചെയ്തെടുക്കുക. കട്ട് ചെയ്തിട്ട് സിമ്പിളായിട്ട് നമുക്ക് വേണ്ട നമ്മുടെ ആഗ്രഹങ്ങൾ, നമ്മൾ മാനിഫെസ്റ്റ് ചെയ്യുന്ന കാര്യങ്ങൾ, ഇത് ഞാൻ അച്ചീവ് ചെയ്തു എന്ന് പറഞ്ഞ് മാനിഫെസ്റ്റ് ചെയ്യുന്ന കാര്യങ്ങൾ, അതൊക്കെയാണ് ഞാൻ ഈ പ്രിൻറ്റിൽ ഉൾപ്പെടുത്തിയിട്ടുള്ളത്. ആൻഡ് അത് നല്ല വൃത്തിയിൽ ഒരേ ഷേപ്പിൽ കട്ട് ചെയ്തെടുത്തിട്ട് നമ്മൾ ഒരു ബുക്കിൽ, ജേർണലിംഗ് ബുക്കിൽ ഒന്ന് അറേഞ്ച് ചെയ്ത് ഒട്ടിച്ച് വയ്ക്കുക. ഇതിൻ്റെ പിന്നിൽ ഒരു കഥ ഞാൻ പറഞ്ഞുതരാം. വിഷൻ ബോർഡ് സെറ്റ് ചെയ്യുക അല്ലെങ്കിൽ വിഷൻ ജേർണലിംഗ് ചെയ്യുക. ഞാൻ ഓരോ കൊല്ലം തുടങ്ങുമ്പോൾ വിചാരിക്കും ഈ കൊല്ലം നന്നാണ്, ഈ കൊല്ലം ഇക്കാര്യങ്ങൾ ചെയ്യണം, ഇക്കൊല്ലം കാര്യങ്ങൾ ചെയ്യണം. ആൻഡ് ഒരു 5 year ago ഞാൻ യൂട്യൂബ് ചാനൽ തുടങ്ങി. പിന്നെ അത് ഞാനങ്ങ് വിട്ട്. കാരണം ആ സമയത്തൊന്നും യൂട്യൂബ് അത്ര എല്ലാവരിലേക്കും അച്ചീവ് ആയിക്കൊണ്ടിരിക്കുന്ന ഒരു സാധനമല്ലായിരുന്നു, കോവിഡ് ടൈമിൽ. പിന്നെ ഞാനത് അവിടെ വിട്ട്. ഇപ്പം റീസെൻ്റായിട്ട് ഫിനാൻഷ്യലി ഒക്കെ ഒന്ന് സ്റ്റേബിൾ ആവണം തോന്നുമ്പോൾ എൻ്റെ മുന്നേ കണ്ടൊരു മെയിൻ സോഴ്സാണ് യൂട്യൂബ് എന്ന് പറയുന്നത്. സോ ഒരു യൂട്യൂബ് ചാനൽ തുടങ്ങാം. യൂട്യൂബ് ചാനൽ തുടങ്ങിയിട്ട് ഒരു 2026 ജൂണൊക്കെ ആകുമ്പോഴത്തേക്ക് ഞാൻ അതിനെ അങ്ങ് അച്ചീവ് ചെയ്യിപ്പിക്കണം, അല്ലെങ്കിൽ അതിനെ അങ്ങ് സക്സസ് ചെയ്യിക്കണം എന്നുള്ള ഒരാഗ്രഹമാക്കി മാറ്റി. ആൻഡ് ഈ ജേർണലിങ്ങിൽ ഞാനതെന്ത് ചെയ്തു, എനിക്ക് ആ 2026 333K ഓഫ് സബ്സ്ക്രൈബേഴ്സ് ഉള്ള ഒരു ഗ്രാൻഡ് യൂട്യൂബ് ചാനലാണ് എന്നുള്ള കാര്യം മാനിഫെസ്റ്റ് ചെയ്തു. ആൻഡ് ഞാനത് ഈ ജേർണലിങ്ങിൽ ആഡ് ചെയ്തു. ഇതുപോലെ നിങ്ങൾക്കും ആഗ്രഹമുള്ള, അല്ല നിങ്ങളായിത്തീരും എന്നുറപ്പുള്ള കാര്യങ്ങൾ എന്ത് ചെയ്യുക, ഒന്ന് മാനിഫെസ്റ്റ് ചെയ്യുക. ഈ 2026 നടക്കുമെന്ന് നോക്കാമല്ലോ. റന ഫാത്തിമല്ലേ, ഫേമസ് യൂട്യൂബർ ആൻഡ് ദി ബിഗ് ബോസ് കണ്ടസ്റ്റൻറ്റ്, ആളുടെ 2025 വിഷൻ ബോർഡിൽ ചെയ്തു വെച്ച കാര്യങ്ങളൊക്കെ സക്സസ് ആയി എന്ന് പറഞ്ഞിട്ടൊരു വീഡിയോ ഇട്ടുണ്ടായിരുന്നു. അത് കണ്ടപ്പോൾ എനിക്ക് ഒന്നും കൂടി മോട്ടിവേറ്റ് ആയി. യെസ്, ഐ ക്യാൻ ഡു ഇറ്റ്, ഓ ഐ വിൽ ഡു ഇറ്റ്. ആ രീതിയിലേക്ക് ഞാൻ മാറിയത് ആ ഒരു വീഡിയോ കണ്ടതിന് ശേഷം. ഫ്രം നൗ ഓൺ എന്ത് ചെയ്യുക, നമ്മുടെ വിഷൻ ചാനൽ ഇവിടെ സ്റ്റാർട്ട് ചെയ്യുക. ഇതിൽ മെയിനായിട്ട് ഞാൻ ഇൻക്ലൂഡ് ചെയ്ത കാര്യം എൻ്റെ ലൈഫിനെ ഡിപ്പെൻഡ് ചെയ്യുന്ന കാര്യമാണ്, എൻ്റെ ലവ് ലൈഫ്. ആൻഡ് കുറേ സ്ട്രഗിളിലൂടെയാണ് ഞങ്ങളിപ്പം മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത്. അത് 2027 ഇതേ കാര്യങ്ങളോട് നമ്മളെന്ത് ചെയ്യുക, എതിർത്ത് നിന്നിട്ട് ഒരുമിച്ച് നിന്ന് ഞങ്ങൾ ഈ കാര്യങ്ങൾ അച്ചീവ് ചെയ്തിട്ട് മുന്നോട്ട് പോകുന്നുള്ളൊരു കാര്യം ഞാനിതിൽ മാനിഫെസ്റ്റ് ചെയ്ത് വെക്കുക. 2027 ലൈഫ് സക്സസ് ആയിട്ട് ഞങ്ങൾ രണ്ടും ഒരുമിച്ച് ഉണ്ടാവും. പിന്നെന്താ കാര്യം, എഡ്യൂക്കേഷൻ. ഈ ഡിഗ്രി കഴിഞ്ഞാൽ PG എടുക്കണം, നല്ലൊരു എഡ്യൂക്കേഷൻ വേണം, ഓഫ് കോഴ്സ് എല്ലാം വിട്ട്. പിന്നെ റീഡിങ്, കുറേ ബുക്കുകൾ വായിക്കണം. കോവിഡ് ടൈമിൽ ഞാൻ കുറേ ബുക്ക്സ് വായിച്ചിട്ടുണ്ടായിരുന്നു. പിന്നെ അവിടെ നിന്ന് ഇങ്ങോട്ട് അതൊക്കെ കുറഞ്ഞ് വന്നു തുടങ്ങി. ആൻഡ് ഫ്രം നൗ ഓൺ എനിക്ക് കുറേ ബുക്ക്സ് വായിക്കണം. ഐ വാണ്ട് ടു റീസ്റ്റാർട്ട് മൈ ഡാൻസ് കരിയർ, അത് ഞാനിതിൽ ആഡ് ചെയ്തിട്ടുണ്ട്. പിന്നെ ഒരു ഹെൽത്തി ലൈഫ്, എല്ലാവരും ആഗ്രഹിക്കുന്ന കാര്യമാണ് ഒരു ഹെൽത്തി ലൈഫ്, അതും വേണം. ആൻഡ് പിന്നെ ഇതിൽ കൊടുത്ത കാര്യം എന്ന് വെച്ചാൽ പ്രോപ്പറായിട്ട് ലൈസൻസ് വേണം. എനിക്ക് കാറിൻ്റെ ലൈസൻസ് കിട്ടി, പക്ഷേ ബൈക്കിൻ്റെ ഇല്ല. ബട്ട് ഐ നോ ഹൗ ടു റൈഡ് എ ബൈക്ക്. അതുകൊണ്ട് ആ ലൈസൻസ് കിട്ടി 2026 ഞാനൊരു വണ്ടി എടുക്കും. ആൻഡ് ദാറ്റ്സ് ഓൾസോ മൈ മാനിഫെസ്റ്റേഷൻ. ഇത്രയുള്ള കാര്യങ്ങൾ, നിങ്ങൾ മാനിഫെസ്റ്റ് ചെയ്യുന്ന കാര്യങ്ങൾ ഒന്ന് ലിസ്റ്റ് ചെയ്ത് വെക്കുക. പിൻട്രസ്റ്റ് തിരഞ്ഞാൽ കുറേ ഫോട്ടോസ് ഇട്ടിടുക, അതിനെ പറ്റിയിട്ടുള്ള ആ ഫോട്ടോസൊക്കെ എടുക്കുക, ഒന്ന് പ്രിൻ്റ് ചെയ്യാൻ ക്യാൻവയിലിട്ട് ഒന്ന് എഡിറ്റ് ചെയ്തെടുക്കുക. ജസ്റ്റ് പ്രിൻ്റ് ചെയ്യുക, അത് കട്ട് ചെയ്തിട്ട് വിഷൻ ബോർഡ് ആക്കണം എന്നുള്ളവർ അതൊരു ബോർഡിലൊട്ടിച്ച് വിഷൻ ബോർഡ് ആക്കി വയ്ക്കുക. എന്നെപ്പോലെ ഈ ഡെവിലയിലൊക്കെ വിശ്വസിക്കുന്നവരാണെങ്കിൽ അതിനെടുത്ത് എന്ത് ചെയ്യുക, ഒന്ന് ജേർണലിംഗ് ആക്കി, അല്ലെങ്കിൽ വിഷൻ ബോർഡ് തന്നെ ആക്കാം, പക്ഷെ ആരും കാണാത്ത രീതിയിലൊന്ന്
ഒളിപ്പിച്ച് വയ്ക്കുക. 2026 അത് സക്സസ് ആയി കഴിഞ്ഞാൽ അത് പോരെ, നമുക്ക് ലൈഫിൽ ഏറ്റവും കൂടുതൽ അച്ചീവ് ചെയ്യണം എന്ന് ആഗ്രഹിക്കുന്ന കാര്യങ്ങൾ ഇതിൽ ആഡ് ചെയ്യുന്നതുകൊണ്ട് 2026 അത് സക്സസ് ആയി കഴിഞ്ഞാൽ അതിലും വലിയ അച്ചീവ്മെൻ്റ് നമുക്ക് എന്താണോ വേണ്ടേ. സോ എവരി വൺ ഡു ദി വിഷൻ ജേർണി. ഇറ്റ്സ് സിമ്പിൾ ആൻഡ് സൂപ്പർ. ലവ് യു ഓൾ. താങ്ക് യു.